പ്രിയ പ്രേക്ഷകരെ, ഇതേ ഞാൻ യാത്ര ചെയ്ത ഒരു എയർപോർട്ടാണ്. നിങ്ങൾക്ക് പറയാമോ ഇത് ഏത് എയർപോർട്ടാണ്? അവർ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ എയർപോർട്ടിൻ്റെ വിശേഷങ്ങളോട്ട് വരികയാണ്. ഒരു നൂറുകണക്കിന് വിമാനങ്ങൾ ഡൊമസ്റ്റിക്കിലും ഇൻ്റർനാഷണലോട്ട് എവറി ടൈം ഇറങ്ങി കയറി പോവുകയാണ്. അത് കാണേണ്ട കാഴ്ചകളെന്നല്ല പറയും, അത് നമ്മൾ കാശ് കൊടുത്തിട്ട് സർവീസ് നേടുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സർവീസ് പോകും. അത് ഈ എയർപോർട്ടിൽ നന്നായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മളിന്ന് നന്നായിട്ട് ട്രാവലിൽ കാശെടുക്കുന്നു. ആ കാശ് പല വിധത്തിലായിട്ട് ഈ എയർപോർട്ടിൽ പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് കൊടുക്കുന്നു. അത് ലാഭമായിട്ട് മാറുന്നു. ഒരു സ്ഥാപനം പ്രൈവറ്റ്വൽക്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സർവീസ് എന്തെന്ന് ഈ എയർപോർട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ കാണാം. കാരണം അത്ര മനോഹരമാണ്. വളരെ നല്ല ക്ലീൻ എയർപോർട്ടാണ്. പക്ഷേ അതിനൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, കാശ് കൊടുത്താൽ മാത്രമാണ് ഈ നല്ല സർവീസ് കിട്ടുള്ളൂ. അതാണ് പ്രൈവറ്റിൻ്റെ പ്രത്യേകത. അത് ഞാൻ 100% അനുയോജിക്കുകയാണ്. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം പ്രൈവറ്റ്വൽക്കരിക്കണം. കാരണം മുൻപ് ഞാൻ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രൈവറ്റ്വൽക്കരിക്കുന്നതിൻ്റെ ഗുണം കാണാനുണ്ട്, അത് നന്നായിട്ട് അനുഭവിക്കാനുണ്ട്. പക്ഷേ അതിന് നല്ല പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ല ചെറിയ കാശൊന്നും കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരിടത്തുനിന്ന് ഒരു ചെറിയ സർവീസ് ആരും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ കൊടുക്കുന്ന കാശിന് അത്രത്തോളം സർവീസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇതിനകത്ത് ഫുഡും മറ്റു കാര്യങ്ങൾക്കും അന്യായ വില ഈടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 40 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം അല്ലെങ്കിൽ കൊണ്ടൊരു 75 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം അവിടെ 450-500 കൊടുത്ത് വാങ്ങണം. പക്ഷേ അതുപോലെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നവർക്ക് അതിനകത്ത് ബാറ് മറ്റു കാര്യങ്ങൾ, സ്ത്രീകളും പുരുഷന്മാർ എല്ലാവർക്കും ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാനും മറ്റു കാര്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിന്ന്. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നമ്മുടെ എയർപോർട്ടുകൾ മാത്രം മതിയോ? ഇപ്പോൾ പ്രൈവറ്റ് ഇതുപോലെ എല്ലാം പ്രത്യേകം. പക്ഷേ ടാക്സ് നമ്മൾ അടച്ചുകൊണ്ട് നമ്മൾ വർക്ക് ഓരോന്നും ചെയ്യുമ്പോൾ ഗ്രാമങ്ങളിലും മറ്റ് സാധാരണക്കാർക്കിടയിലും എത്തണ്ടേ? ഇതിന് നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് കാശ് പിടിച്ചു വാങ്ങാൻ പറ്റും. ഇപ്പോൾ തന്നെ ആവശ്യത്തിലേക്ക് പിടിച്ചു വാങ്ങും, ടാക്സായിട്ടും മറ്റുമെല്ലാം. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന കാശ് ഉപയോഗിച്ചിട്ട് ഗ്രാമങ്ങളും മറ്റു കാര്യങ്ങളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ ഇതുപോലെ ആക്കാം. അത് നന്നായിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങളത് നന്നായിട്ട് സൂക്ഷിക്കും. ഇവിടെ ഇഷ്ടംപോലെ സാധാരണ ആൾക്കാർ ഈ എയർപോർട്ട് വഴി കടന്നു പോകുന്നുണ്ടല്ലോ, ഒരിടത്തും വേസ്റ്റിടുന്നില്ലല്ലോ അവർ. അപ്പോൾ നന്നായിട്ട് സർവീസ് ചെയ്ത് നന്നായിട്ട് സൂക്ഷിച്ചാൽ ആ സ്ഥലം മനോഹരമായിരിക്കും. അതാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. നിങ്ങളത് കാണുക, കമൻറ്റ് ചെയ്യുക.